രണ്ട് നാഗങ്ങളെ സ്വപ്നത്തിൽ കണ്ട് ഞെട്ടിയുണരുന്ന വൈഷ്ണവി. അവൾ ഇക്കാര്യം തൻ്റെ കൂട്ടുകാരിയായ സ്വാതിയുമായി പങ്കുവയ്ക്കുന്നു. നാഗമടത്ത് മനയിലെ ഇപ്പോഴത്തെ പൂജാരിണിയാണ് അവിടുത്തെ മുത്തശ്ശിയായ കുഞ്ഞിക്കുട്ടിയമ്മ. അവർക്ക് 70 വയസ്സ് കഴിഞ്ഞതിനാൽ അടുത്ത അവകാശിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ആ തറവാട്ടുകാർ. അതിനുവേണ്ടി അവർ പ്രശ്നം വെപ്പിക്കുന്നു. ഇനി തുടർന്ന് കാണുക. കാവിലെ ശിവലിംഗത്തിൽ 2 നാഗങ്ങൾ കെട്ടിപ്പിണഞ്ഞത് നേരിൽ അല്ലെങ്കിൽ സ്വപ്നത്തിൽ കാണുന്നവൾ ആരോ, അവളാണ് ആ സ്ത്രീരത്നം. എന്റെ നാഗദേവി തുണയ്ക്കണേ. അങ്ങനൊരു കാഴ്ച ആരാണ് ഇവിടെ കണ്ടത്? അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നീ കണ്ടിട്ടുണ്ടോ? എന്നാ പിന്നെ മിണ്ടാതെ അവിടെ ഇരിക്കുക. അങ്ങനത്തെ ഒരു കാഴ്ച ഈ കുലത്തിലെ ഏതെങ്കിലും ഒരു സ്ത്രീരത്നത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ കന്യകയോ ബാലികയോ ഗൃഹസ്ഥയോ ആരു തന്നെയായാലും ഗൃഹസ്ഥ ജീവിതം വെടിഞ്ഞ് പൂജാരിണിയാവണം എന്നാണ് വിധി. കന്യകയാണെങ്കിൽ വിവാഹം പാടില്ല, ഗൃഹസ്ഥയാണെങ്കിലോ ദാമ്പത്യമരുത്. അങ്ങനെ ഒരു കാഴ്ച കണ്ടതായി സ്ത്രീകളാരും പറഞ്ഞിട്ടില്ലല്ലോ തിരുമേനി. അല്ല, ഇനിയും സമയമുണ്ടല്ലോ. ആ സ്ത്രീരത്നം താനേ വന്ന് പറയും. കാരണം തന്റെ കർമ്മി ആരെന്ന് നാഗദേവി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കില്ലേ. ഒന്നും ഭയപ്പെടണ്ട. ആ സ്ത്രീരത്നത്തിന് ഒരു ആപത്തും വരികയില്ല. ആപത്ത് വന്നു പെട്ടാൽ ശിവനാഗം അവളെ കാത്തുരക്ഷിക്കും. അതിലേക്കായി ഒരു സർപ്പബലി നടത്തേണ്ടതുണ്ട്. ഈ കൂട്ടത്തിൽ ആരും തന്നെ ആ കാഴ്ച കണ്ടിട്ടില്ലല്ലോ. ആരും ഒന്നും പറയുന്നുമില്ലല്ലോ. പിന്നെ ആരായിരിക്കും? എന്റെ നാഗദേവി എല്ലാം നന്നായി നടക്കാൻ അനുഗ്രഹിക്കണേ. ഹലോ. ആ അമ്മേ. മോളെ, എന്താ അമ്മേ അച്ഛനും അമ്മയും പെട്ടെന്നങ്ങ് പോയത്? അവിടെ എന്തെങ്കിലും വിശേഷമുണ്ടോ? വിശേഷമുള്ളതുകൊണ്ടല്ലേ നിന്റെ അച്ഛൻ ഉദ്യോഗത്തിരക്കൊക്കെ മാറ്റിവെച്ച് എന്നെയും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നത്. ആ മോളെ, മുത്തശ്ശി പ്രത്യേകം പറഞ്ഞിട്ടാ ഞാൻ വിളിക്കുന്നത്. എന്താ അമ്മേ കാര്യം? ഇവിടെ ഒരു ദേവപ്രശ്നം നടന്നു. നിന്റെ മുത്തശ്ശിയുടെ സ്ഥാനത്തേക്ക് അടുത്ത അവകാശിയെ കണ്ടെത്താൻ വേണ്ടിയാണ് ദേവപ്രശ്നം നടന്നത്. അതിനായിട്ടൊരു സർപ്പബലിയും നടക്കുന്നുണ്ട്. നീ ഉടനെ തന്നെ ഇങ്ങോട്ട് വരണം. എന്റെ അമ്മ, എനിക്ക് എക്സാമിന്റെ തിരക്കുണ്ട്. പിന്നെ വേറെ കുറെ സെമിനാർ പ്രോജക്ട്സ്. നീ ഒഴിഞ്ഞു മാറില്ലേ? എത്തിയേ പറ്റൂ. ഇനി കുറച്ചു നാളത്തേക്ക് എല്ലാവരും ഇവിടെ വേണമെന്നാ മുത്തശ്ശി പറഞ്ഞത്. അമ്മ പിന്നെ വിളിക്കാട്ടോ. അമ്മേ അമ്മേ ഹലോ. എന്തു പറ്റി? എന്താ വിശേഷം? ഉടനെ നാട്ടിലേക്ക് എത്തണമെന്ന് പറയാൻ വിളിച്ചതാ. നീ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേയുള്ളൂ. പിന്നെന്താ പ്രശ്നം? ഞങ്ങളുടെ മനയെ പറ്റി ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? നാഗമെടുത്ത മന. കുടുംബത്തിൽപ്പെട്ട എല്ലാവരും ഉടനെ അവിടെ എത്തണമെന്നാ പറഞ്ഞത്. അവിടെ ഇപ്പൊ എന്താ വിശേഷം? ദേവപ്രശ്നം, സർപ്പബലി, അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. എല്ലാം അവിടെ സ്ഥിരം നടക്കാറുള്ളതാ. അപ്പൊ നീ പോകുന്നുണ്ടോ? പോയാ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അടുത്ത നാഗമെടുത്തമ്മയെ തെരഞ്ഞെടുക്കുന്ന ചടങ്ങാ അവിടെ നടക്കാൻ പോകുന്നത്. പോയാ പിന്നെ കുറെ നാളത്തേക്ക് ഇങ്ങോട്ട് വരാനേ പറ്റില്ല. എങ്ങനെ പോകും? പോവാതിരുന്നാലും പ്രശ്നമാണ്. ഇപ്പൊ മനസ്സിലായി മോളെ. കുറെ കാലം നിനക്ക് നിന്റെ രാഹുലിനെ കാണാൻ പറ്റില്ല, അത്രയല്ലേ ഉള്ളൂ. ആ എന്തോ എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഉടനെ ഒന്നും അങ്ങോട്ട് പോകുന്നില്ല. കൊള്ളാം. രാഹുലിന് വേണ്ടി സ്വന്തം കുടുംബം തന്നെ നീ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണോ? നീ പോടി, കിടന്നുറങ്ങാൻ നോക്ക്. ചെല്.
വൈഷ്ണവി, വൈഷ്ണവി എഴുന്നേൽക്ക്. വൈഷ്ണവി എണീക്കടാ, എണീക്ക്. ഇവളുടെ ഒരു കാര്യം. എടി വൈഷ്ണവി എണീക്ക്. ഓ, നേരം വൈകി, എഴുന്നേക്ക്. നീ ആദ്യം റെഡിയാവ്, അപ്പോഴേക്കും ഞാൻ വരാം. കുറച്ചുകൂടെ കിടക്കട്ടെടി. നീ ഇങ്ങനെ മടി കാണിക്കുന്നോണ്ടാ നിന്റെ തടി ഒട്ടും കുറയാത്ത. ഞാൻ റെഡിയാൻ പോവാ. അയ്യോ, പാമ്പ്! വൈഷ്ണവി! വൈഷ്ണവി, അവിടെ പാമ്പ്! ആ ബാത്റൂമില് പാമ്പോ? നീ ഒന്ന് വന്നേ. സത്യമായിട്ടും പാമ്പ്. ഞാൻ കണ്ടതാ. നീ ഒന്ന് വേഗം വാ. എവിടെയാ? അവിടെ നോക്ക്, ഞാൻ കണ്ടതാ. എന്നിട്ട് എവിടെയാ? കാണുന്നില്ലല്ലോ. അവിടെ ഉണ്ടായിരുന്നു. ഞാൻ നോക്കട്ടെ. സൂക്ഷിച്ച്. ഇവിടെ എങ്ങും ഒന്നുമില്ല. നീ വാ, പോവാ. അവിടെ പാമ്പും ഇല്ല, ഒരു പഴുതാരയില്ല. നീ ചുമ്മാ ആളെ പേടിപ്പിക്കാൻ. എടി ഞാൻ ശരിക്ക് കണ്ടതാ, സത്യം. എന്റെ ഉറക്കം കളഞ്ഞപ്പോ നിനക്ക് സമാധാനമായല്ലോ. എന്താ ഇവിടെ ഒരു നിലവിളി കേട്ടത്? ഇവള് ബാത്റൂമിൽ ഒരു പാമ്പിനെ കണ്ടു എന്ന് പറയുന്നു ആന്റി. ഓ, പാമ്പോ? മോള് ശരിക്കും കണ്ടോ? ഞാൻ ശരിക്കും കണ്ടതാ ആന്റി. ഞാനൊന്ന് നോക്കട്ടെ. ആന്റി സൂക്ഷിച്ചു പോ. ആന്റി സൂക്ഷിച്ച്. എവിടെയാ മോളെ പാമ്പിനെ കണ്ടത്? ഞാനിവിടെ കണ്ടതാ ആന്റി. തല കീഴായി നിൽക്കുന്ന ഒരു പാമ്പിനെ ഞാൻ കണ്ടതാ. തല കീഴായി നിൽക്കുന്ന പാമ്പിനെ കണ്ടെന്നോ? അങ്ങനെ എനിക്ക് തോന്നിയത്. പിന്നെ മോളെ, സിറ്റി ലൈഫ് ഫ്ലാറ്റിൽ എങ്ങനെയാ പാമ്പ് ഇവിടെ കയറുന്നത്? അത് തോന്നിയതായിരിക്കും മോളെ. എന്റെ ആന്റി, ഇന്നലെ രാത്രി ഞാനൊരു പാമ്പിനെ സ്വപ്നം കണ്ടു എന്ന് ഇവളോട് പറഞ്ഞായിരുന്നു. ഓ, അക്കാര്യം ഓർത്തുകൊണ്ട് ബാത്റൂമിൽ കയറി കാണും. അതാ അങ്ങനെ തോന്നാൻ കാരണം. അങ്ങനെയാവോ? അങ്ങനെയാവും മോളെ. 2 പെൺകുട്ടികൾ തനിച്ച് താമസിക്കുന്നോണ്ടാ നിലവിളി കേട്ടപ്പോ ഞാൻ ഓടി വന്നത്. ആ, ശരി മോളെ, ഞാൻ പോട്ടെ. വാ മോളെ, നടക്ക്. മഹി, അവര് വന്നു കാണുമോ? വൈഷ്ണവി, അവള് നിന്റെ നെറ്റിൽ ഉടക്കുന്നുണ്ടല്ലോ മഹി. താമസിയാതെ അവൾ എന്റെ നെറ്റിൽ കുടുങ്ങോടാ. അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അവൻ വന്നിട്ടുണ്ട്. അവന്റെ നോട്ട് ശരിയല്ല. വൃത്തികെട്ടവൻ വലിയ ശല്യമായിട്ട് വന്നിരിക്കുകയാണല്ലോ. എന്തു പറ്റി വൈഷ്ണവി? ഇവിടെ വരുന്ന ചിലവരുടെ വായ്നോട്ടം സഹിക്കാൻ പറ്റുന്നില്ല മാഡം. ഇതിപ്പോ കുറെ ദിവസങ്ങളായിട്ടുള്ള ശല്യ. ഇവന്മാരെന്താ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? നിങ്ങൾ ജിമ്മിൽ പ്രാക്ടീസ് ചെയ്യാൻ വന്നതല്ലേ? ഇവിടെ എന്താ കാര്യം? എനിക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടിയെ കണ്ടതുകൊണ്ട് നിന്നു പോയതാ മാഡം. ആരാണ് നിന്റെ വേണ്ടപ്പെട്ട കുട്ടി? ആരാന്ന്? മഹേന്ദ്ര, പ്ലീസ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത്. പുറത്തു പോ. ഇവളാണ് എന്റെ വേണ്ടപ്പെട്ട കുട്ടി. ഇവൾ ഇവിടെ ഉള്ളതുകൊണ്ടാ ഞാൻ ഇവിടെ വരുന്നത്. ഇവൾ എവിടെ പോയാലും ഞാൻ അവിടെ വരും മാഡം. ശരിയല്ലേ മോളെ? നമ്മൾ തമ്മിലുള്ള ലവ് എനിക്കും നിനക്ക് മാത്രമല്ലേ അറിയൂ. നീ എന്താണ് എന്നെ കുറിച്ച് വിചാരിച്ചത്? പെണ്ണ് പ്രതികരിക്കാതിരിക്കുന്നത് ബലഹീനതയായിട്ട് കാണരുത്. ഞങ്ങക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്നാണോ നിന്റെ വിചാരം? ഇനി മേലിൽ നീ ഇത് ആവർത്തിച്ചാ വിവരം അറിയും. വടി. നീ എന്നെ എല്ലാം അവസാനിച്ചൊന്ന് കരുതണ്ട. ഇതിവിടെ തുടങ്ങുകയാണ്, ഓർത്തോ? നീ ഒന്ന് പോടാ. എണീക്കടാ. എടാ, നിന്നോടല്ലേ എണീക്കാൻ പറഞ്ഞത്?
ഓ ഇന്ന് ക്ലാസ് ഇല്ലല്ലോ, ഞാൻ 8 മണിക്ക് എണീക്കൂ. അത് നീ സ്ഥിരം എഴുന്നേക്കുന്ന സമയമല്ലേ? എണീക്കടാ, എണീറ്റ് വെച്ച് ചായ ഇടറാ. അതിനു വേണ്ടിയാ നീ എന്നെ വിളിച്ചെന്ന് എനിക്കറിയാം. ഒരു ഹോളിഡേ ആയിട്ട് പോലും മനസമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ നീ സമ്മതിക്കില്ല അല്ലേ? നീ നന്നാവാൻ പോകുന്നില്ല. നിന്റെ അച്ഛൻ നിന്നെ MBA പഠിപ്പിക്കാൻ വിട്ടതാണ് അങ്ങോട്ട് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഈശ്വരാ, പുഷപ്പടിക്കുമ്പോ ഇവന്റെ കൈ ഒടിഞ്ഞു പോണേ. എന്തിനാടാ രാവിലെ എന്നെ ഈശ്വരനെ ശപിക്കുന്നത്? എടാ നാറി, ഈശ്വരനെ അല്ല പറഞ്ഞത്. ഈശ്വരൻ എന്ന പേരുമായി പുലബന്ധം പോലും ഇല്ലാത്ത നിന്നെ കുറിച്ച് തന്നെയാ പറഞ്ഞത്. സുന്ദര, നീ ഇതുവരെ എഴുന്നേറ്റില്ലേ? ഓ സാറ് വന്നോ? നീ ഇതുവരെ ചായ ഇട്ടില്ലടാ. ഡാടാ, നിന്നെയൊക്കെ പോലെ നല്ലൊരു ഫാമിലിയിൽ നിന്ന് വന്നവനാ ഞാനും. നമ്മളെല്ലാവരും സ്റ്റുഡൻസാ. നിനക്കൊക്കെ കുക്കായി വന്നവനല്ല ഞാൻ. എടാ, ഫ്രണ്ട്സ് ആയ ഈക്വാലിറ്റി വേണം, ഈക്വാലിറ്റി. അളിയ ചക്കരെ, നിന്റെ കൈകൊണ്ട് ആഹാരം വെച്ച് കഴിച്ചാൽ എന്തൊരു ടേസ്റ്റാടാ. സുഖിപ്പിക്കല്ലേ? എടാ, എന്റെ അമ്മ വെക്കുന്ന ആഹാരം പോലും നീ വെക്കുന്നതിനൊപ്പം വരില്ല. അത് ശരിയാണ് രാഹുലേ, ഇവൻ കുക്ക് ചെയ്ത ഒരു പ്രത്യേക ടേസ്റ്റാ. സുഖിപ്പിക്കല്ലേ മോനെ. പോയി ചായ ഇടറാ. ഏത് കാലം കെട്ട നേരത്താണോ ഇവന്മാരുടെ കൂടെ ഈ ഫ്ലാറ്റിലേക്ക് എനിക്ക് വരാൻ തോന്നിയത്? എന്റെ മൊബൈൽ എവിടെടാ? അതവിടെ എങ്ങനെ കാണൂടാ. നീ പോയി ചായ ഇടറാ. ഇവിടെ വെച്ച മൊബൈൽ എവിടെ? അത് കാണുന്നില്ലല്ലോ. ഇവൻ നീ പോയി ചായ ഇടറാ. അയ്യോ അളിയ, പാമ്പ്. എന്താ? എടാ അവിടെ പാമ്പ്. അളിയ, എന്നെ പാമ്പ് കുത്തി. ഇവിടെ എവിടെയാടാ പാമ്പ്? നീ കൈയിട്ട് നോക്ക, അപ്പൊ അറിയാം. ഒന്നും മിണ്ടായിരുന്നടാ. പാമ്പ്. എടാ സത്യമായിട്ട് എന്നെ പാമ്പ് കടിച്ചടാ. ഈശ്വർ, നിന്റെ ഈ പാമ്പുകളെ കുറിച്ചുള്ള ഗവേഷണം എന്ന് തുടങ്ങിയോ അന്ന് തുടങ്ങിയതാണ് ഈ പാമ്പുകളുടെ ശല്യം. പോടാ, നാഗത്താങ്കാവിലെ പെണ്ണിനെ നീ പ്രേമിക്കുന്നോണ്ടായിരിക്കും പാമ്പ് വന്നത്. നിങ്ങൾ തർക്കിക്കാതെ പാമ്പിനെ പിടിച്ച് പുറത്തിറക്ക്. എനിക്ക് പറ്റില്ല. നിനക്ക് പറ്റില്ലെങ്കിൽ വേണ്ട, ഞാൻ നോക്കാം. ഓ ശരി. ഇതാണോടാ പാമ്പ്? അയ്യോ പാമ്പ്. എടാ മണ്ട, ഇത് റബ്ബർ പാമ്പാ. എന്റെ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഞാൻ മേടിച്ചു വെച്ച പാമ്പ്. എങ്കിൽ പിന്നെ നിനക്കത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? അതിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിലോ? എടാ, നാഗങ്ങൾ ആരും ഒന്നും ചെയ്യില്ല. അപ്പൊ ആളുകൾ പാമ്പ് പഠിക്കുന്നതോ? അതിന് കാരണമുണ്ട്. സ്ത്രീകളെ പറ്റി ആരെങ്കിലും മോശമായിട്ടൊക്കെ ചിന്തിച്ചാ അവര് ചിലപ്പോ പാമ്പ് കടിക്കും. അളിയ, ശരിയാണോ? ഞാൻ ഇന്നലെ രാത്രി തെറ്റായി ചിന്തിച്ചളിയാ. അപ്പൊ എന്നെ പാമ്പ് കടിക്കോടാ? ഓ, നീ ആവശ്യമില്ലാത്തവരെന്ന് പറഞ്ഞ് അവനോട് പേടിപ്പിക്കലേ. എടാ, നാഗങ്ങൾ മനുഷ്യരെക്കാൾ പാവങ്ങളാ. എന്നാൽ ഉഗ്ര സ്വഭാവികളായിട്ടുള്ള നാഗങ്ങളും ഉണ്ട്. അങ്ങനെയുള്ള നാഗങ്ങളെ സൂക്ഷിക്കണം. അവ നാഗപ്പൊറ്റുകളിലാണ് വസിക്കുന്നത്. അവ സൂപ്പർ സെൻസിറ്റീവ് ആണ്. ഒരാൾ 10 മീറ്റർ അകലത്തെത്തിയാൽ ആ നിമിഷം നാഗങ്ങൾ അയാളെ തിരിച്ചറിയും. അതാണ് നാഗത്തിന്റെ സൂപ്പർ സെൻസിറ്റീവ് പവർ. നീ പോയി ചായട്. ഞാനോ? ആ, പോടാ 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 പോടാ. ചെല്ലടാ. ഓ അയ്യോ. പന്ത് എവിടെ പോയി? പന്ത് അങ്ങോട്ടാ പോയത്. വാടാ, നമുക്ക് നോക്കാം. അവിടെ ഉണ്ടടാ പന്ത്. എന്താണെന്ന് നമുക്ക് നോക്കിയാലോ? നമുക്ക് നോക്കാം. അവിടെ നിക്കാ. ഏയ്, അവിടെ നിക്കാൻ. 3 പേര് ഇവിടെ വാ. എന്തിനാ ഈ സമയത്ത് ഇവിടെ വന്നത്? ഞങ്ങളുടെ പന്ത് കാണാനില്ല. ദർശന സമയമല്ലാത്തപ്പോ ഇവിടെ എങ്ങും കറങ്ങി നടക്കരുതെന്ന് അറിഞ്ഞൂടെ? എന്താ ശങ്കുണ്ണിയാരെ? ആ മോളെ, കുട്ടികൾ ദക്ഷകി പുറ്റിന്റെ അടുത്തേക്ക് പോകാൻ നോക്കുക. ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഇവരതിൽ പോയി തൊട്ടേനെ. ദോഷം കിട്ടാൻ വേറെ എന്തെങ്കിലും വേണോ? ശങ്കുണ്ണിയാരെ പോയിക്കോളൂ. ഓ, നിങ്ങളെന്താ പേടിച്ചു നോക്കുന്നത്? ഇളയമ്മേ, ആ പുറ്റിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഈ ദക്ഷകി ആരാ? എന്തിനാ ഈ പുറ്റിനെ അങ്ങനെ വിളിക്കുന്നേ? അതൊരു കഥയാ. അത് എന്ത് കഥയാ? അത് ഞാൻ പറഞ്ഞു തരാം. പണ്ട് പണ്ട്, വളരെ പണ്ട്, ദക്ഷകി എന്നൊരു പെൺസർപ്പം ഈ കാവിലെ ഇവിടുത്തെ നാഗങ്ങളെയും മനുഷ്യന്മാരെയും കൊല്ലാൻ തുടങ്ങി. ഭയപ്പെട്ട പാവ നാഗങ്ങൾ നാഗദേവിയുടെ മുന്നിൽ അഭയം തേടി. ആളുകൾ നാഗദേവിയെ പ്രാർത്ഥിച്ച് പൂജ ചെയ്ത് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തിയെന്നാണ് പറയുന്നത്.
എന്നിട്ട് നാഗദേവി ദക്ഷകിയെ കൊന്നോ? ഏയ്, കൊന്നില്ല. ദേവി ആരെയും കൊല്ലില്ലല്ലോ, ശിക്ഷിക്കും. ദക്ഷകിയെയും നാഗദേവി ശിക്ഷിച്ചു. ദേവി ദക്ഷകിയെ കീഴ്പ്പെടുത്തി ഇവിടുത്തെ കാവിൽ ബന്ധിച്ചു. നിങ്ങൾ കണ്ട ആ നാഗപ്പുറ്റിനകത്താ ദക്ഷകിയെ ബന്ധിച്ചിരിക്കുന്നത്. അതോടെ ദക്ഷകിയുടെ ശല്യം തീർന്നു. ആ ദക്ഷകിനി പുറത്തു വരുമോ? പുറത്തു വരണമെങ്കിൽ ആ പുറ്റു പൊളിക്കണം. പാറ പോലെ ഉറച്ചത് ആ പുറ്റ്. ആർക്കും അത് പൊളിക്കാനാവില്ല. ഭയങ്കര കഥ തന്നെ. ദക്ഷകി ഇപ്പോഴും അതിനകത്തുണ്ടോ? ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരും മേലിൽ ഈ ഭാഗത്ത് വന്നു പോരുത്. ഇനി പോകില്ലളയമ്മേ. ആ ദക്ഷകി പുറ്റിൽ നിന്ന് വീണ്ടും പുറത്തു വന്നാലോ? വന്ന നാഗദേവി പ്രത്യക്ഷപ്പെട്ട് ദക്ഷികയിൽ നിന്ന് നമ്മളെ എല്ലാവരെയും രക്ഷിക്കും. എനിക്കൊരു സംശയം. ആ, ഇനി ആരും സംശയമൊന്നും ചോദിക്കണ്ട. വാ, അധിക നേരം ഇവിടെ നിന്നാലേ ദക്ഷകി എങ്ങാനും വന്നാലോ. വേഗം പോ. അയ്യോ, വലിയ മുത്തച്ഛൻ. എന്താ മക്കളെ, മുത്തച്ഛൻ വഴക്ക് പറയുന്നത് പേടിച്ചോ? ഇതൊക്കെ വീടിനകത്താണോ കളിക്കേണ്ടത്? വീടിനകം കളിസ്ഥലമല്ല, പുറത്തു പോയി കളിച്ചോ മക്കളെ. ചെല്ലേ, വാടാ നമുക്ക് പോവാം. കല്യാണി, കല്യാണി, ഇവിടുത്തെ എവിടെ പോയി? കല്യാണി, കല്യാണി. എന്താ മുത്തശ്ശ, കല്യാണി അങ്ങോട്ട് വന്നായിരുന്നോ? ഞാൻ കണ്ടില്ല. തേവാരപ്പുരയിലേക്കുള്ള വിളക്കുകളും പൂജാപാത്രങ്ങളും പുതിയതായി വാങ്ങേണ്ട കാര്യമല്ല മുത്തശ്ശ. സ്റ്റോർ മുറിയിൽ കുറെ ഉണ്ട്. അതിലാവശ്യമുള്ളത് പുറത്തെടുത്ത് മിനിക്ക് വെക്കാൻ ഞാൻ അവളോട് പറഞ്ഞതാ. ചെയ്തോന്നറിയില്ല. അവള് ചെയ്തിട്ടുണ്ടാവും. ഒരു കാര്യം പറഞ്ഞ് തീരുന്നതിന് മുമ്പേ ചെയ്യുന്നത് അവളുടെ ശീലം. രേണു, തെക്കിനിയിലെ സീലിംഗിന് എന്തോ കുഴപ്പമുണ്ട്. അതിന്റെ റൂഫിംഗ് സ്റ്റൈൽ മാറ്റി പുതിയൊരു മോഡലാക്കി കൂടെ? ഈ മനയുടെ കെട്ടിലും മട്ടിലും ഒക്കെ ഒരു ശാസ്ത്രം ഉള്ളതല്ലേ അല്ലേമ്മ? മനയുടെ മുഖം മാറിയ ഇത് നാഗമടത്ത് മനയാണെന്ന് ആരെങ്കിലും പറയൂ? രേണു പറഞ്ഞത് അതിന്റെ ശരി. അപ്പം വൈഷ്ണവി വരുന്ന കാര്യം തീരുമാനമായില്ലേ സാവിത്രി? അവൾ ഇതുവരെ ഒന്നും പറഞ്ഞില്ല. അവള് കൂടി എത്തിയാലല്ലേ സർപ്പബലി നടത്താനൊക്കൂ. അവളൊന്നും പറയാതിരുന്ന എങ്ങനെയാളേമ്മേ? ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പുതിയ തലമുറയിലേക്ക് കൈമാറേണ്ടതിന്റെ പ്രാധാന്യം നിങ്ങളല്ലേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ബസ്മതി, ഉണ്ണി തന്നെ എന്തൊക്കെയാ ഇവിടെ കാട്ടിക്കൂട്ടുന്നത്? ഭക്തി തൊട്ട് തീണ്ടിയിട്ടില്ലാത്തൊരവസ്ഥ ഈ കുലത്തിൽ ഒരാൾക്ക് വന്നാൽ എന്താ കഥ? ഞാൻ എന്ത് ചെയ്യാനാ അച്ഛാ? ഞാൻ എന്തെങ്കിലും പറഞ്ഞ അവൻ എന്നെ കടിച്ചു കീറാൻ വരും. അവനെ ഓർത്ത് ദുഃഖിക്കാനായിരിക്കും എന്റെ വിധി. അമ്മായി വിഷമിക്കണ്ട. ഉണ്ണേട്ടിന് സ്വയം തോന്നി നന്നാവട്ടെ. നന്നാക്കിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. നീ വേണം മോളെ അവരെ നന്നാക്കിയെടുക്കാൻ. നിനക്കേ അതിന് കഴിയൂ. അശ്രീകരങ്ങളായ ഒന്നും നടക്കാതെ ഈ കുലം നിലനിർത്താൻ നിന്നെപ്പോലെ ഒരാൾക്കേ കഴിയൂ. മുത്തശ്ശാ. അമ്മാവാ, മേലേടത്തെ ഭട്ടത്തിരി പറഞ്ഞ സ്വപ്നദർശനം ഇവിടെ ആർക്കും ഉണ്ടായില്ലെന്നല്ലേ പറയുന്നത്? ആ സ്വപ്നദർശനം ഇവിടെ ആർക്കും ഉണ്ടായില്ലെങ്കിൽ എന്താ ചെയ്യാ? നാഗദേവി ഈ കുലത്തെ കൈവിടില്ല. ആ കാഴ്ച ഈ കുലത്തിൽ ആരുടെയെങ്കിലും സ്വപ്നത്തിലോ കൺമുമ്പിലോ നടക്കും. അല്ലെങ്കിൽ നാഗദേവി ഇവിടം വിട്ടു പോയി എന്ന് കരുതേണ്ടി വരും നമ്മള്. എന്താ കല്യാണി? ഉണ്ണിയേട്ടന്റെ കെട്ടിൽ ഒരു നാഗം കേറിയിരിക്കുന്നു. നാഗോ? ഉണ്ണിയേട്ടനെതിരെ തല്ലിക്കൊല്ലാൻ പോവാ. എന്റെ ദൈവമേ, എന്താ ഈ കേക്കുന്നേ? എന്റെ നാഗദേവി രക്ഷിക്കണേ. കല്യാണി, നീ പോയി കുഞ്ഞുകുട്ടി അറിയിക്കൂ. അല്ലെങ്കിൽ ആ മഹാഭാവി കൊടുംപാപം ചെയ്യും. വേഗം ചെല്ല്. ശരി. എന്റെ ഈശ്വര.